അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് നല്ല മുഞ്ചുള്ള ബീഫ് ഫ്രൈ, അതായത് എൻ്റെ വേർഷൻ ഓഫ് ബീഫ് ഫ്രൈ നമുക്കൊന്ന് നോക്കാമോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീഫ് എടുത്തിട്ടായിട്ട് അതിലേക്ക് നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയാവും ഞാൻ ആഡ് ചെയ്യുന്നുള്ള, പിന്നെ പകുതി തക്കാളിയും, പിന്നെ ഒരു 7 മുതൽ 8 വരെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 പച്ചമുളക്, കുറച്ച് ഉപ്പ് അത് ഇട്ടിട്ടായിട്ട് നല്ല പാങ്ങില ഞണ്ടിയിട്ട് കൊടുക്കണം, അതായത് മിക്സ് ആക്കിയിട്ട് കൊടുക്കണോ. അപ്പം ഇല്ലേ അതിൻ്റെ ആ ഒരു ഇങ്ങനെ മസാലയും എല്ലാം ഉപ്പും മുളകും എല്ലാം നല്ല പാങ്ങില നമ്മളെ ബീഫിലേക്ക് ഇങ്ങനെ പിടിക്കണോ. എന്നിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ടാവോ. കുറച്ച് കറിച്ചപ്പിൽ ഇട്ടിട്ടായിട്ട് ഇനി നമുക്ക് വേഗം വെക്കാം. ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരോളും, പിന്നെ ബാക്കി ഒരു 7 വിസിൽ വരെല്ലാം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. ആ സമയത്ത് അവിടെ ഉമ്മ നെയ്ച്ചോറും വെച്ചിട്ടായി, മട്ടൻ്റെ കറിയും വെച്ചിട്ടായി, എൻ്റെ ബീഫ് ബന്ധിട്ടുണ്ടാവും. അപ്പം ഞാൻ വേറൊരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രം എടുത്തിട്ട് അവിടെ സൈഡിൽ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണയെല്ലാം ഫുള്ളിങ്ങനെ ഐസ് കട്ടിയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കാവോ. പിന്നെ കുറച്ച് കറിച്ചപ്പിലി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇല്ല, ഇത് ഓപ്ഷണൽ ജീരകം ഇടുന്നത്, ഞങ്ങൾക്ക് ജീരകത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഇട്ടത്. പിന്നെ ചെറിയ ഉള്ളിയും, അതായത് നമ്മളെ ഷാലറ്റും അതേപോലെ തന്നെ വലിയ ഉള്ളിയും, ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടായിട്ട് ഒന്ന് ഇതാക്കിയിട്ടെടുക്കുക. ഇത് കുറച്ചിങ്ങനെ വഴന്ന് വരുന്ന സമയത്തേക്ക് ആകുമ്പോഴേക്കുണ്ട് ഉമ്മ എനിക്ക് ജ്യൂസ് കൊണ്ടെത്തിയിട്ട്, അങ്ങനെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ട്. അത് കുടിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ എന്താക്കിയെന്ന് അറിയാം, നമ്മൾ ഈ ബീഫ് ഇട്ടിട്ട് കൊടുത്തോ. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ബീഫിൽ വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് എന്താ പറയുക, കുക്കർ ഓൺ ആക്കിയിട്ട് ഒന്നും കൂടി വെച്ചിട്ടായിട്ട് ആ വെള്ളമെല്ലാം പറ്റിച്ചെടുക്കാൻ നോക്കിയിരുന്നല്ലോ. അപ്പോൾ ഇനി ബാക്കിയിരുന്ന് പറ്റിട്ട് അപ്പോൾ ഇതിനെ നല്ല പാങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് കറിച്ചപ്പിലിട്ടിട്ട് കൊടുക്കണമോ. എന്നിട്ടായിട്ട് അതിന് ആദ്യം അങ്ങനെ വരട്ടിക്കൊണ്ട് നിൽക്കണമോ. ഈ വരട്ടിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചായിട്ടില്ലേ നമുക്ക് എന്താക്കണം കറിച്ചപ്പിലിട്ടിട്ട് കൊടുക്കണമോ. പിന്നെ അങ്ങനെ ഞാനൊരു പകുതി ലൈം ജ്യൂസ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ പൊടിയും. ഇത്ര സാധനമാണ് ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടിയുള്ളത്. ഇനി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അത്രത്തോളം അത് ഫ്രൈ ആയിട്ട് കിട്ടുമോ. അപ്പം നല്ലോണം ഫ്രൈ വേണ്ട ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 15 മിനിറ്റ് എല്ലാം പിടിക്കും, 15-20 മിനിറ്റിൻ്റെ അടുത്തെല്ലാം പിടിക്കാവോ. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളി ഭയങ്കര ഡ്രൈ ഫ്രൈ അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് പസയുള്ള ഫ്രൈ ആവോ, അതായത് നമുക്ക് പത്തലെല്ലാം കൂട്ടാൻ കഴിയുന്ന പോലത്തെ ഒരു ഫ്രൈ ഞാൻ ആക്കുന്നത്. ഇല്ലേ, നിങ്ങൾക്കല്ലേ ഈ ബീഫിൽ എന്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകും? ഇങ്ങനത്തെ ബീഫിൻ്റെ റോസ്റ്റാ അല്ലെങ്കിൽ ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ എന്തെന്നെല്ലാം ഒന്ന് പറയണമോ. എന്നിട്ടായിട്ട് നമുക്ക് നല്ല ഇങ്ങനെ കുത്തിയിട്ടായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കണം, അതായത് ഇടിച്ചിട്ട് കൊടുക്കണോ. അപ്പോൾ ഇല്ല ഭയങ്കര ടേസ്റ്റ് വരുന്ന ഇങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിലില്ല നല്ല പാങ്ങിൽ അത് ഇടിച്ചിട്ടെടുക്കാനും കഴിയും. അപ്പോൾ ഞാൻ അത്ര ഡ്രൈ ആക്കിയിട്ടുണ്ടായിട്ടാ പത്തലിൻ്റെക്കും പൊറോട്ടൻ്റെ ഇല്ല, പൊറോട്ടൻ്റെ ഒക്കെ കുറച്ച് ഉള്ളിയും കൂടി മുറിച്ചിട്ടിട്ടിട്ടായിട്ട് അങ്ങനെ തിന്നെങ്കിലില്ല ഇതിൻ്റെ അത്ര പൊളി സാധനം വേറെ ഉണ്ടായില്ല. അപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാന്നും പറയണം. അപ്പോൾ അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.